നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാധവൻ നായരൻ ചന്ദ്രികാമേൻ സോപ്പിട്ട് നിൽക്ക ആ മുതുകളവി. വയസ്സുകാലത്തവരെ മണിയടിച്ചു നിന്നില്ലെങ്കിലേ വെള്ളമിറങ്ങില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ തോറ്റ് തറപറ്റി കാണണമെന്ന അവരുടെ പക്ഷം. ആര് തോറ്റു തുല്ലാൻ പാടുന്ന് കണ്ടറിയാലോ. അതുവരെ ഇങ്ങനെ വിഘടിച്ചു തന്നെ പോട്ടെ. പച്ചമുളകും കടിച്ചു കൂട്ടി കഞ്ഞി കുടിക്കുന്ന ഗതികെട്ട പാഠം പഠിക്കാൻ തുടങ്ങുവാണോ നീ? അങ്ങനെ വന്നാലും കുഴപ്പമില്ലമ്മേ. ചിക്കന്റെ മീൻകറിയുടെ ഒക്കെ മണമടിച്ച് ആഹാരം കഴിക്കാനുള്ള ശീലം ഓരോരുത്തര് ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് കഴിച്ചാലും ആ എഫക്റ്റ് ഉണ്ടാവും, അല്ലേ പ്രകാശേട്ടാ? ഡാടാ, പണക്കാരിയായ ഭാര്യയുടെ ചെലവില് അമൃത് മോന്തിയാലും പച്ചവെള്ളത്തിന്റെ എഫക്റ്റേ ഉണ്ടാവൂ. ഈ നിയന്ത്രണ സ്വഭാവം നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ എത്രമാത്രം കാശ് ലാഭിക്കാമായിരുന്നു. എന്തായാലും എന്റെ ചെലവിൽ അർഹതയില്ലാത്തവർ അർമാദിക്കുന്ന ഈ ഏർപ്പാട് ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല. മോനെ പ്രകാശേ, ഒന്നവിടെ നിന്നേ. നീ ഞങ്ങളുടെ ഇരട്ടപ്പറ്റ മക്കളിൽ മൂത്തവനാ. അല്പസമയം വ്യത്യാസമേ ഉള്ളൂ വസന്തയായിട്ട്. നിന്നെയും വസന്തയും അമ്മ ഗർഭിണിയായിരുന്നപ്പോഴേ നിങ്ങളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടി നിന്റെ അച്ഛൻ വാങ്ങിത്തന്ന പ്രോട്ടീനുള്ള ആഹാരത്തിന് കയ്യും കണക്കൊന്നുമില്ല. നിങ്ങൾ ജനിച്ചപ്പോഴും ധാരാളം വസ്ത്രങ്ങളും സുഗന്ധ വസ്തുക്കളും കളിപ്പാട്ടങ്ങളും സ്വന്തം മക്കൾക്കായി വാങ്ങിത്തന്നു. പഠിക്കുമ്പോഴും കുട്ടികൾ വിശന്നിരിക്കാതെ നല്ല ആഹാരവും പഠിക്കാനുള്ള ബുക്കും യൂണിഫോമും എല്ലാം വാങ്ങിത്തന്നു. രാത്രിയും പകലും വെയിലും മഴയും കൊണ്ട് ആ പാവം മനുഷ്യൻ നിങ്ങളെ വളർത്തിയത്. പാഠപുസ്തകത്തിനും പിക്നിക്കിനും കടയിൽ നിന്ന് മിഠായി വാങ്ങാനും നിങ്ങളുടെ അച്ഛന്റെ നേരെ കൈനീട്ടിയപ്പോ അദ്ദേഹം ഇല്ലാന്നൊരു വാക്കുപോലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. കുട്ടികൾക്ക് ഇങ്ങനെ ആവശ്യമില്ലാതെ കാശ് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അവരെന്റെ മക്കളാ, എന്നോടല്ലാതെ ആരുടെ മുമ്പിൽ അവര് കൈ നീട്ടുന്നു. അങ്ങനെയാടാ നിങ്ങളെയൊക്കെ അദ്ദേഹം ഇതുവരെ വളർത്തിയത്. നിനക്കും വളർന്നു വരുന്നത് ഒരു ആൺകുട്ടിയല്ലേ? നീ ഞങ്ങളോട് ഇങ്ങനെ കണക്ക് പറയുന്നതിന് ദൈവം അവനെ കൊണ്ടും നിന്റെ അടുത്തും കണക്ക് പറയിപ്പിക്കും. നോക്കിക്കോ. 10 മാസം നിന്നെ വയറ്റിൽ കൊണ്ടു നടന്ന നിന്റെ അമ്മയെ പറയുന്നത്. കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞോന്ന്. ഇനി എനിക്ക് അങ്ങോട്ട് പറയാലോ അല്ലേ? ഇതിനിടെ കയറി പറയാൻ വരില്ലല്ലോ അല്ലേ? എങ്കി കേട്ടോ, എന്നെ അമ്മ വയറ്റി ചോന്നപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞോ പോഷകാഹാരം വാങ്ങിത്തരാൻ? ഞാനാണോ അത് കഴിച്ചത്? അല്ലല്ലോ. അമ്മ കഴിച്ചതിന്റെ കണക്ക് എന്നോടാണോ പറയുന്നത്? കുട്ടികൾ ജനിച്ചാൽ അവരെ വളർത്തേണ്ടതും പഠിപ്പിക്കേണ്ടതും അച്ഛനമ്മമാരുടെ ചുമതലയാണ്. അവിടെ മഴ നനഞ്ഞ കണക്കും വെയിലുകൊണ്ട കണക്കും പറയുന്നത് വളരെ മോശമാണ്. വളരെ വളരെ മോശം. ഇനിയെങ്കിലും ഇത്തരം ചീപ്പ് വർത്താനം അമ്മ പറയരുത്. പിന്നെ എന്റെ മകൻ എന്നോട് കണക്ക് പറയാൻ വന്നാൽ ഒന്നത്തോടെ ഞാൻ അവന്റെ കച്ചവടം ഞാൻ തീർക്കും. മകനോട് കണക്ക് പറയാനും ഉപദേശിക്കാനും വന്നിരിക്കുന്നു. പട്ടിയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും എടുക്കുമ്പോ വളഞ്ഞു തന്നെ ഇരിക്കും. അമ്മ ആ പറഞ്ഞത് കറക്റ്റാ. അമ്മ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. എങ്ങനെ പറയടാ, എങ്ങനെ ശരിയാവും? എന്തോ ഹരിതയല്ലേ വിളിക്കുന്നേ? ഞാൻ കേട്ടില്ലല്ലോ. അതെങ്ങനെ അമ്മ കേൾക്കുന്നേ? ഹരിത എന്നെയല്ലേ വിളിച്ചേ? മോളെ മോളെ ഹരി.
എന്താ ഇത്ര വൈകിയത്? ഈ നരകത്തില് 1 മിനിറ്റ് വൈകി വന്നാൽ അത്രത്തോളം ടെൻഷൻ കുറഞ്ഞു കിട്ടും. വീട് സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും മനുഷ്യന്റെ ഓരോരോ സ്വഭാവ രീതികളാ. എന്നെ കുറിച്ചല്ലടി നീ പറഞ്ഞത്. അയ്യോ അല്ല, ചൂടാകാതെ. ഉം. കുറച്ചൊക്കെ പഠിപ്പ് എനിക്കും ഉണ്ടല്ലോ. നമുക്ക് നാമേ പണിവത്ത് നാഗം നരകവും അതുപോലെ എന്നൊരു കവി പാടിയിട്ടുണ്ട്. മതിയടി, ഒന്നടങ്ങ്. ദേഷ്യം പിടിച്ചിട്ടാണല്ലോ വന്ന് കേറിയിരിക്കുന്നത്. വഴക്കുണ്ടാക്കാനാണോ ഭാവം? എന്നെ ചൊറിയാൻ വന്നാലേ ആരായാലും ഞാൻ വെറുതെ വിടില്ല. ഇങ്ങനൊരു മോശട. ഈശ്വര, ഇതിനും വേണ്ടി ഞാൻ എന്ത് പാവമാണോ എന്തോ ചെയ്തിരിക്കുന്നത്. കുറച്ചൊക്കെ ക്ഷമയും വീണ്ടും വിചാരമൊക്കെ വേണ്ടേ മനുഷ്യർക്ക്? ഈ മൊരട്ട് രീതികളൊക്കെ കണ്ടും കേട്ടുവാ നമ്മുടെ മോൻ വളരുന്നത്. അവനെ മൊരടനാക്കാനാണോ നിങ്ങളുടെ ഭാവം? മുഖത്ത് ഈ ദേഷ്യമൊക്കെ അങ്ങ് മാറ്റിവെച്ച് ഒരു ചിരി ഫിറ്റ് ചെയ്താലേ എന്ത് ഭംഗിയാ കാണാനെന്നറിയോ? വേണ്ട. എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനാണെങ്കിലേ നിന്റെ ഈ സോപ്പടിൽ പതിവാണല്ലോ. ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? എല്ലാവരുമായിട്ടും യോജിച്ചു പോണം. ആ, ദിയമോൾ ഇവിടെ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിന് അതിനൊന്നുമില്ല. ഈ മുഖത്ത് ഒരു ചിരിയൊക്കെ വരുത്തി ദിയമോളെ പോയി കണ്ട് ഒരു നല്ല വാക്കൊക്കെ പറഞ്ഞ് ഒരു നല്ല കാര്യം കൂടി ചെയ്ത ദിയമോക്കും സന്തോഷമായി, വന്ദനയ്ക്കും സന്തോഷമായി. ഇവിടുത്തെ ടെൻഷന് മൊത്തത്തിലൊരു അയവ് കിട്ടും. എന്താണാവോ നല്ല കാര്യം ഒന്ന് പറയ്. ഒരു 500 രൂപ കാശ് ആ കൊച്ചിന്റെ കയ്യിൽ വെച്ചു കൊടുക്കണം. ഒരയവ് കിട്ടാൻ 500 രൂപയോ? അങ്ങനെ ഇപ്പൊ അയവ് വരുത്തണ്ട. കാര്യങ്ങൾ അങ്ങനെ ടെമ്പറായിട്ട് നിൽക്കട്ടെ. ഞാൻ പണക്കാരിയും പത്രാസുകാരിയും ഒന്നും അല്ലെങ്കിലും കുടുംബക്കാരിയാ. ഒരു വീട്ടിലെ ആൾക്കാർ തമ്മിലുള്ള അകൽച്ചയും പിണക്കമൊന്നും കണ്ട് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് പറഞ്ഞതാ. അച്ചമ്മയോടെങ്കിലും ഒന്ന് മയത്തിൽ പെരുമാറിക്കോ. കൊള്ളാം. അച്ചമ്മ ബെസ്റ്റ് കക്ഷിയാ. മാധവൻ നായരും ചന്ദ്രികാമേൻ സോപ്പിട്ട് നിൽക്ക ആ മുതുകളവി. വയസ്സുകാലത്തവരെ മണിയടിച്ചു നിന്നില്ലെങ്കിലേ വെള്ളമിറങ്ങില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ തോറ്റ് തറപറ്റി കാണണമെന്ന അവരുടെ പക്ഷം. ആര് തോറ്റു തുല്യം പാടുന്ന് കണ്ടറിയാലോ. അതുവരെ ഇങ്ങനെ വിഘടിച്ചു തന്നെ പോട്ടെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ പോയി ഭക്ഷണം എടുത്തു വെക്കേ. വിഘടിച്ച് നിൽക്കുന്നതിന്റെ കുറവേ ഭക്ഷണം കാണുമ്പോ ബോധ്യാവും. നിന്ന് ചിലക്കാതെ പോയി ഭക്ഷണം എടുത്തു വെക്കടി. എന്റെ അടുത്ത് അവരുടെ കളി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.